ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് ഇന്ന് വീഡിയോ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ യാത്രികയായ ശ്രീമതി സുനിത വില്യംസും അവരുടെ യാത്രികനായ ബുച്ച് വിൽമോറിനെ പറ്റിയും ചിലത് പറയാമെന്ന് വിചാരിക്കുന്നു. അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ. ഇവർ 2024 ജൂൺ 5-നാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. ബോയിങ് സ്റ്റാർലർ എന്ന പേടകത്തിൽ. അതായത് ഇവരെ 7-ാം തീയതി നിലയത്തിലെത്തി 13-ന് ഇവർ തിരിച്ചു വരാനിരുന്നതാണ്. ആ പേടകത്തിന് കേടുപറ്റിയതിനാലാണ് ഇവർക്ക് മടക്കയാത്ര അനിശ്ചിതത്വത്തിലായത്. ഇനി അവർ ഫെബ്രുവരി 5-ാം തീയതി അവരെ തിരിച്ചെത്തിക്കുമെന്നാണ് നാസ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഹൊറോസ്കോപ്പിൽ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്നാണ് ഞാനിതിവിടെ ചിന്തിക്കുന്നത്. നമുക്ക് ആദ്യം അവരെ പറ്റിയൊന്ന് മനസ്സിലാക്കാം. ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി സുനിത 1965 സെപ്റ്റംബർ 19-ന് ഓഹിയോവിലെ യൂക്ലിഡിലാണ് ജനിച്ചത്. അമേരിക്കൻ പൗരത്വമുള്ള സുനിത ഒരു ഇൻഡോ സ്ലോവേനിയൻ വംശപാരമ്പര്യമാണ് പിന്തുടരുന്നത്. അവരുടെ പിതാവ് ഒരു ഇന്ത്യൻ വംശജനായിരുന്നു. ഇവർ മൈക്കൽ ജെ വില്യംസ് എന്ന പോലീസ് ഓഫീസറെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന 2ാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യത്തേത് കൽപ്പന ചൗളയായിരുന്നു. 87-ൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയിൽ അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 6 മാസത്തെ നേവൽ സിസ്റ്റം കമാൻഡ് പദവിക്ക് ശേഷം ബേസിക് ഡൈവിംഗ് ഓഫീസറായി അവർ. 1989-ൽ നേവൽ ഏവിയേറ്ററായി. തുടർന്ന് പരിശീലനത്തിനായി ഹെലികോപ്റ്റർ കോമ്പാറ്റ് സപ്പോർട്ട് സ്ക്വാഡ്രൺ 3-ൽ റിപ്പോർട്ട് ചെയ്തു. പിന്നെ ഇവർ 98 ജൂൺ മാസത്തിൽ ഇവർ നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ആഗസ്റ്റ് മാസത്തിൽ പരിശീലനം തുടങ്ങുകയും ചെയ്തു. അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങളിലാണ് ഇവർ ഏർപ്പെട്ടത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി ഇവർ കരസ്ഥമാക്കി. 2002-ൽ നീമോ 2 ദൗത്യത്തിൽ അംഗമായി. സമുദ്ര അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു നീമോ 2. 2008-ൽ നാസയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആസ്ട്രോനോട്ടിക്സ് ഓഫീസിലേക്ക് സുനിതയുടെ പ്രവർത്തന മണ്ഡലം മാറി. 2007 ഏപ്രിൽ 16-ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് അവർ 2007 ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്തു. 4 മണിക്കൂറും 24 മിനിറ്റും അവർ അവിടെ ഓടി തീർത്തു. അങ്ങനെ ആദ്യമായി ബഹിരാകാശത്തു കൂടെ ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയായി സുനിത. 2008-ൽ ബോസ്റ്റണിൽ വെച്ച് നടന്ന മാരത്തോണിലും ഇവർ ശരിക്കും പങ്കെടുത്തു. STS 117 ദൗത്യത്തിലും പങ്കാളിയായ സുനിത വില്യം ഈ ദൗത്യസംഘത്തോടൊപ്പം 2007 ജൂൺ 22-നാണ് ഭൂമിയിൽ മടങ്ങിയെത്തിയത്. അങ്ങനെ 195 ദിവസം ബഹിരാകാശത്ത് താമസിച്ചുകൊണ്ട് ഇവർ ഒരു റെക്കോർഡ് തന്നെ അന്നേ സൃഷ്ടിച്ചിരുന്നു. ഇവർ 2007-ൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അവർ സബർമതി ആശ്രമവും അവരുടെ പിതാവിൻ്റെ ജന്മഗ്രാമമായ ചുലാസൻ എന്നിവിടങ്ങളും അവർ അന്ന് സന്ദർശിച്ചു. ഈ സന്ദർശന വേളയിൽ വേൾഡ് ഗുജറാത്തി സൊസൈറ്റി അവർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ വിശ്വപ്രതിഭ അവാർഡ് നൽകുകയുണ്ടായി. 2007 ഒക്ടോബർ 4-ന് അമേരിക്കൻ എംബസി സ്കൂളിൽ പ്രഭാഷണം നടത്തുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. നമുക്ക് സുനിത വില്യംസിൻ്റെ ജാതകം ഒന്ന് പരിശോധിക്കാം. അവർ സെപ്റ്റംബർ 19, 1965-ൽ ജനിച്ചു. അപ്പോൾ അവർക്ക് ചന്ദ്രലഗ്നാൽ നോക്കാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ, അവരുടെ ജനനസമയം അറിയാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ചന്ദ്രന് ബലമുള്ള ചന്ദ്രനാണ്, പക്ഷബലമൊക്കെ ഉണ്ട് ചന്ദ്രന്. പോരെങ്കിൽ ചന്ദ്രൻ വ്യാഴയോഗത്തോടു കൂടി കേസരി യോഗപ്രദനായി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ചന്ദ്രലഗ്നത്തെ കൊണ്ടും നമുക്ക് ഒരുവിധം ഫലങ്ങളൊക്കെ പറയാം. സുനിത വില്യംസിൻ്റെ ചന്ദ്രലഗ്നം മിഥുനമാണ്. മിഥുന രാശിയുടെ അധിപൻ ബുധനാണ്. അപ്പോൾ അതിൽ ആ കുറിൽ ജനിക്കുന്നതിനാൽ അവർ വലിയ ബുദ്ധിശാലിയാണെന്ന് മനസ്സിലാക്കാം. എല്ലാം മനസ്സിലാക്കാൻ ശേഷിയുള്ള ഇവർ മനസ്സിലായ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും ആവശ്യമായതിനെ സ്വീകരിക്കാനും അവർക്ക് പ്രത്യേക കഴിവായിരിക്കും. ഇവർ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അതേപടി പുനരാവിഷ്കരിക്കാൻ ഇവർ മിടുക്കരാണ് താനും. യുക്തിപൂർവമായ ബുദ്ധിശക്തിയുള്ള ഇവർക്ക് അതേ രീതിയിലുള്ള പ്രതികരണ സ്വഭാവവും കാണും.
കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയും സരസമായ പെരുമാറ്റവും ഇവരുടെ വ്യക്തിത്വത്തെ കൂടുതൽ ആകർഷകമാക്കും. എഞ്ചിനീയർമാർ, ഗവേഷണം നടത്തുന്നവർ, അങ്ങനെ അവരവരുടെ തിളക്കമായ പ്രവർത്തനം നടത്താൻ സാധ്യതയുള്ള രംഗങ്ങളാണ്. നമുക്കിപ്പോൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് അവരവിടെ നിൽക്കുന്ന സമയത്തെ ആ ദശാകാലമാണ്. അവർ സ്പേസ് ഉള്ള സമയത്തെ ദശാകാലം. ഇപ്പോൾ ദശാകാലം ചിന്തിച്ചാൽ തിരുവാതിര നക്ഷത്ര ജാതയായ അവർക്ക് ആദ്യം രാഹു ദശയാണല്ലോ അത് ശിഷ്ട ദശ എത്ര കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും അതിന് ശേഷം വരുന്ന ഒരു 16 വർഷത്തെ വ്യാഴദശയും അതിന് ശേഷമുള്ള ഒരു 19 വർഷം ശനിദശയുമാണ്. ആ ഒരു കാലയളവെല്ലാം അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നല്ലതായിരുന്നു എന്ന് മനസ്സിലാക്കാം. ശനിദശയും കഴിഞ്ഞ് ഇപ്പോൾ ബുധദശ തുടങ്ങി കാണുമായിരിക്കണം. തുടങ്ങിയോ അവസാനിക്കാറായോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ബുധദശ സമയം ബുധനാണെങ്കിൽ അവർക്ക് ചന്ദ്രാൽ 3-ൽ നിൽക്കുകയാണ്. ഈ ബുധന് ശനിയുടെ ദൃഷ്ടിയും ഉണ്ട്. അവരുടെ പരസ്പര ദൃഷ്ടി. ഈ ബുധനാണെങ്കിൽ നമുക്കറിയാമല്ലോ, ബുധൻ എൻ്റെ ഉച്ചസ്ഥനാവുന്നത് ഒരു വായു രാശിയിലാണ്. ബുധനാണെങ്കിൽ ഭൂഗണങ്ങൾക്ക് അധിപതിയാണ്. ഭൂമി, ഗന്ധം, ഘ്രാണേന്ദ്രിയം, അത് മാംസം, അസ്ഥി, ഞരമ്പുകൾ, അതുപോലെ വായു, അന്നമയ കോശം, ഇങ്ങനെയൊക്കെയുള്ള ഭൂഗണങ്ങൾക്ക് അധിപതിയാണ് ബുധൻ. ഈ ബുധനാണ് പിന്നെ ശനി ദൃഷ്ടി ചെയ്യുന്നത്. ശനിയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർക്ക് ഈ ഭൂമിയും ഈ ആകാശവും ഒക്കെ ആയിട്ടൊരു തൊഴിൽപരമായി ഒരു ബന്ധം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവർക്ക് ആകാശ ഭൂതത്തിന് അധിപതി വ്യാഴമാണ്. ആ വ്യാഴവും അവർക്ക് കേസരിയോഗപ്രദമായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടുമൊക്കെ നോക്കിയാൽ അവരുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് ഇതൊക്കെ തന്നെ ഒരു കാര്യം ആയിരിക്കാനാണ് സാധ്യത. ഈ ഗ്രഹങ്ങളെല്ലാം അവരുടെ തൊഴിലുമായിട്ട്, അതായത് ഗ്രഹനില പ്രകാരം അവരുടെ 10ാം ഭാവവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടുവെന്ന് നമുക്കൊന്ന് നോക്കാം. സുനിത വില്യംസിൻ്റെ തൊഴിലിനെ പറ്റി ചിന്തിച്ചാൽ 10ാം ഭാവം മീനം രാശിയാണ്. മീനം ഒരു ജലരാശിയാണ്. അവരുടെ 10ാം ഭാവം മീനം രാശി ആയതുകൊണ്ട് തന്നെ അവരുടെ ആ നീമോ 2 എന്ന സമുദ്ര അന്തർഭാഗത്തെ ആവാസ വ്യവസ്ഥയെപ്പറ്റി പഠിക്കാനുള്ള അവരുടെ ആ ഒരു ദൗത്യം, അതിനുള്ള അവരുടെ ആ ഒരു താല്പര്യം നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അധിപൻ വ്യാഴം ആകാശകാരകത്വമുള്ള വ്യാഴമാണ്. ഈ വ്യാഴം കേസരിയോഗം ചെയ്തുകൊണ്ട് ചന്ദ്രലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു. പിന്നെ ഇത് അങ്ങോട്ട് ദൃഷ്ടിയുള്ള ഗ്രഹം ആദിത്യനാണ്. അത് ആ തൊഴിലിൻ്റെ അവരുടെ തൊഴിലിൻ്റെ ഉന്നതിയും ഒക്കെ ഈ ആദിത്യ ദൃഷ്ടി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു 10ാം ഭാവത്തിനെ ശനി 9-ൽ നിന്നുകൊണ്ട് സ്വക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഒരു പാപ മധ്യസ്ഥിതി വരുത്തുന്നു. ശനിക്കാണെങ്കിൽ ഈ വായു സ്വഭാവം ആണ് താനും. അത് വായുവിനെ തന്നെ ബുധനാണ് ദൃഷ്ടി ചെയ്യുന്നത്. ബുധന് ഭൂമി സ്വഭാവവുമാണ്. ഭൂമി സ്വഭാവമുള്ള ബുധൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന വായു സ്വഭാവമുള്ള ശനിയാണ് ഇവരുടെ ആ 10ാം ഭാവത്തിന് പാപമധ്യസ്ഥിതി വരുത്തുന്നത്. അത് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഇപ്പോൾ അവരുടെ ആ ദശ നോക്കുമ്പോൾ അതും ബുധദശയൊക്കെ ആയിരിക്കണം നടക്കുന്നത്. 10ാം ഭാവത്തിന് പാപമധ്യസ്ഥിതി വരുത്തുന്ന ശനി ദൃഷ്ടനായ ബുധൻ്റെ ദശയാണ് നടക്കുന്നത്. അത് ഒക്കെ ആയിരിക്കണം അവരുടെ ഈ ദുരവസ്ഥയ്ക്കും ഒക്കെ കാരണം. എന്ത് തന്നെയായാലും അവർക്കൊരു കേസരി യോഗം ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ആയുസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് അവരെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇനി ബാരി യൂജിൻ ബുച്ച് വിൽമോർ പറ്റിയൊന്ന് മനസ്സിലാക്കാം. അദ്ദേഹം 1962-ലാണ് ജനിച്ചത്. ഒരു നാസ ബഹിരാകാശ യാത്രികനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി ടെസ്റ്റ് പൈലറ്റുമാണ്. അദ്ദേഹത്തിന് 3 ബഹിരാകാശ യാത്രകളുണ്ടായിരുന്നു. ഇതിലാദ്യത്തേത് 2009 നവംബറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 11 ദിവസത്തെ ബഹിരാകാശ സൃഷ്ടിയായിരുന്നു. STS 129 എന്ന പ്രവർത്തനത്തിനായി സ്പേസ് ഷട്ടിൽ അറ്റ്ലാന്റിസിലെ മറ്റ് 5 ക്രൂ അംഗങ്ങൾക്കൊപ്പം വിൽമോറിനെ പൈലറ്റായിട്ട് നിയമിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള എക്സ്പെഡിഷൻ 41-ൻ്റെ ഭാഗമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2024-ൽ ബോയിങ്
സ്റ്റാർലൈനറിൻ്റെ ആദ്യത്തെ ക്രൂഡ് വിമാനമായ ബോയിങ് ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റിൽ ISSലേക്ക് മടങ്ങി. നിലവിൽ ബഹിരാകാശത്ത് തുടരുന്ന അദ്ദേഹം 2025 ഫെബ്രുവരിയിലാണ് ഭൂമിയിലേക്ക് മടങ്ങും എന്ന് വിചാരിക്കുന്നത്. ഇദ്ദേഹവും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ടെന്നസി ടെക്കിൽ നിന്ന് സയൻസ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. ഏവിയേഷൻ സിസ്റ്റത്തിൽ മാസ്റ്റർ ഓഫ് സയൻസ് ആണ് നേടിയത്. അദ്ദേഹം ഒരു മികച്ച ഫുട്ബോൾ ടീമിൻ്റെ അംഗവും ലെറ്റർമാനും ടീം ക്യാപ്റ്റനുമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് 8000 മണിക്കൂറിലധികം ഫ്ലൈറ്റ് സമയവും 663 കാരിയർ ലാൻഡിങ്ങുകളും ഉണ്ട്. എല്ലാം തന്ത്രപരമായ ജെറ്റ് വിമാനങ്ങളിൽ നിന്നുള്ളതാണ്. കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിലെ ബിരുദധാരിയുമാണ്. വിൽമോർ നാവികസേന ഉദ്യോഗസ്ഥനും പൈലറ്റുമായി പ്രവർത്തിച്ച കാലത്ത് 4 പ്രവർത്തന വിന്യാസങ്ങൾ പൂർത്തിയാക്കി. ബുച്ച് വിൽമോറിൻ്റെ വിശ്വസനീയമായ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ലഭ്യമാവുന്നില്ല. അതിനാൽ തന്നെ ഒരു ഹൊറോസ്കോപ്പിനെ പറ്റി അനലൈസ് ചെയ്യുവാൻ ഞാൻ ഒരുമ്പെടുന്നില്ല. ബഹിരാകാശ പര്യവേഷണം എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ ചാതുര്യത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും തെളിവാണ്. എന്നാൽ ബഹിരാകാശ യാത്രികരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് കാര്യമായ ഇടിവുണ്ടാവുമല്ലോ. ഭൂമിയിലെ അടിസ്ഥാന ശക്തിയായ ഗുരുത്വാകർഷണം ഏതാണ്ട് നിലവിലില്ലാത്ത ഒരു പരിതസ്ഥിതിയിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന കഠിനമായ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ബഹിരാകാശത്ത് ദീർഘനേരം ചെലവഴിച്ച സുനിത വില്യംസിനെ പോലുള്ള ബഹിരാകാശ യാത്രികർ അത്തരം ദൗത്യങ്ങൾക്ക് ആവശ്യമായ സഹിഷ്ണുതയെ ഉദാഹരിക്കുന്നു. എന്നിരുന്നാലും മൈക്രോഗ്രാവിറ്റി പരിതസ്ഥിതി, ഒറ്റപ്പെടൽ, കോസ്മിക് വികിരണങ്ങളുമായുള്ള സമ്പർക്കം എന്നിവ നമ്മുടെ ഗ്രഹത്തിന് അപ്പുറത്തേക്ക് പോകുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് സമഗ്രമായ തന്ത്രങ്ങൾ ആവശ്യപ്പെടുന്ന സവിശേഷമായ വെല്ലുവിളികളാണ്. ബഹിരാകാശ യാത്രയുടെ ഏറ്റവും പെട്ടെന്നുള്ള ഫലങ്ങളിലൊന്ന് മനുഷ്യ ശരീരത്തിൽ മൈക്രോഗ്രാവിറ്റിയുടെ സ്വാധീനമാണ്. ഭൂമിയിൽ ഗുരുത്വാകർഷണം നമ്മുടെ പേശികളിലും എല്ലുകളിലും നിരന്തരം ശക്തി ചെലുത്തുന്നു. അത് അവയെ ശക്തവും പ്രവർത്തനപരവുമായി നിലനിർത്തുന്നു. ബഹിരാകാശത്ത് ഗുരുത്വാകർഷണ ശക്തിയുടെ അഭാവം പേശികളുടെ അട്രോഫിക്കും അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടുത്തുന്നതിനും ഇടയാക്കുന്നു. ബഹിരാകാശ സഞ്ചാരികൾക്ക് ബഹിരാകാശത്തേക്ക് അവരുടെ അസ്ഥിപിണ്ഡത്തിൻ്റെ 1% വരെ നഷ്ടപ്പെടും. ബഹിരാകാശ ദൗത്യങ്ങളിൽ അന്തർലീനമായ ഒറ്റപ്പെടലും തടവും ഏകാന്തത, ഉത്കണ്ഠ, വിഷാദം എന്നിവയുടെ വികാരങ്ങളിലേക്ക് ഇവരെ നയിച്ചേക്കാം. ബഹിരാകാശത്ത് സ്വാഭാവിക ലൈറ്റ് സൈക്കിളുകളുടെ അഭാവം മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കൂടുതൽ തീവ്രമാക്കുന്നു, ഉറക്ക തകരാറുകൾക്ക് കാരണമാകുന്നു. ഏകതാനമായ അന്തരീക്ഷം, ഉയർന്ന ജാഗ്രതയുടെ നിരന്തരമായ ആവശ്യം കാലക്രമേണ മാനസിക ക്ഷീണത്തിനും വൈജ്ഞാനിക തകർച്ചയ്ക്കും കാരണമാകും. ശാസ്ത്രപരമായ ഒരു പിന്തുണ ഇവർക്ക് ആവശ്യമാണ്. അവർക്ക് സാധാരണ നിലയുടെയും ലക്ഷ്യത്തിൻ്റെയും ബോധം സൃഷ്ടിക്കുന്നതിന് ഘടനാപരമായ ദിനചര്യ നിലനിർത്തുന്നത് നിർണായകമാണ്. കുടുംബവുമായും ദൗത്യ നിയന്ത്രണവുമായുള്ള പതിവ് ആശയവിനിമയം ഒറ്റപ്പെടലിൻ്റെ വികാരങ്ങൾ ലഘൂകരിക്കാൻ ഇവരെ സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ബഹിരാകാശ പര്യവേഷണത്തിൻ്റെ അതിരുകൾ മനുഷ്യരാശി തുടരുമ്പോൾ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ ബഹിരാകാശത്തിൻ്റെ സ്വാധീനം മനസ്സിലാക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്നത് നിർണായകമാണ്. ബഹിരാകാശ യാത്രികരുടെ പ്രതിരോധ ശേഷിയും പ്രതിരോധ നടപടികളിലെ പുരോഗതിയും അന്തർദേശീയ സഹകരണം ആവശ്യമായ ഘടകമാണ്. അടുത്ത തലമുറയിലെ പര്യവേഷകർക്ക് പ്രപഞ്ചത്തിലേക്ക് കൂടുതൽ കടക്കാൻ ഇത് വഴിയൊരുക്കും. അപ്പോൾ ഇന്നത്തെ ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗതി ഇപ്പോൾ ഇവരെ തിരിച്ച് ഭൂമിയിലെത്തിക്കുവാൻ പര്യാപ്തമാവുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അവരുടെ ഉപകരമായ തിരിച്ചു വരവിന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.